അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, കറക്റ്റ് സമയം നോക്കി എടുത്തോണം, എല്ലാം ഇങ്ങനെ ട്രൈ ആയി പോകും. നമസ്കാരം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കേക്ക് കഴിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് ഈസി ഒരു റെസിപ്പി ഉണ്ട്. ഈ കേക്കിന് ഒരു ബട്ടർ കേക്ക് എന്നാണ്. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചി ലിസമ്മയുടെ റെസിപ്പിയാണ്. ലിസമ്മ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയില്ല ഞാൻ അങ്ങോട്ട് കയറാറില്ല. എനിവേ 5 ഐറ്റം മതി. ഒരു സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഓൾ പർപ്പസ് ഫ്ലവർ, ഷുഗർ, ബട്ടർ, എഗ്, വനില എസൻസ്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പർപ്പസ് ഫ്ലവർ ഒരു 2 കപ്പ്, ഷുഗർ ഒരു 3/4 കപ്പ്, ബട്ടർ ഒരു 2 സ്റ്റിക്സ്, പിന്നെ എഗ് ഒരു 5 എണ്ണം, ഇതൊരു 2 ടേബിൾ സ്പൂൺ. എനിക്ക് ഈ നട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ളത്, നട്ട്സും ഈ ചോക്ലേറ്റ് ചിപ്സും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, ആവശ്യമുള്ളവർ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇത് ആഡ് ചെയ്യുമ്പം ലിസമ്മ എപ്പോഴും പറയുന്നത് ആദ്യമേ ഈ 3/4 കപ്പ് ഷുഗറും ബട്ടറും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. അത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞിട്ട് ഓരോ മുട്ടയിട്ട് മിക്സ് ചെയ്ത് അത് സെറ്റാക്കണം. പിന്നെ വേണം ഈ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്യാൻ വേണ്ടി. അത് 2 കപ്പ് കൂടെ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വനില സോസ് ആഡ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു പരിവാകും. അപ്പോൾ കാണിച്ചില്ല. അങ്ങനെ ഷുഗറും ബട്ടറും കൂടെ ഇട്ട് അടിച്ച് മിക്സ് ആക്കി. ഇനി മുട്ട 5 എണ്ണം കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് ഹാൻഡ് മിക്സറാണ് ശരിക്കും നല്ലതെന്ന് തോന്നുന്നു. എൻ്റെ ഹാൻഡ് മിക്സർ ഇല്ല, എൻ്റെത് പോയി. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ലതായിട്ട് തന്നെ വന്നേക്കുന്നത്. പിന്നെ മുട്ടയും ഷുഗറും ബട്ടറും അടിച്ചു. ഇതിൻ്റെ അകത്തോട്ട് 2 കപ്പ് ഫ്ലവർ ഇടണം. ആദ്യം 1 അടിക്കാം, എന്നിട്ട് 2 അടിക്കാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ അകത്തുണ്ട്. ഷുഗർ, ബട്ടർ, മുട്ട, ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ ഇത് നമ്മുടെ വനില എസൻസ്. ഇതെല്ലാം കൂടെ തോണ്ടി ഒന്നും കൂടെ അടിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ അണ്ടിപ്പരിപ്പും ചോക്ലേറ്റ് ചിപ്സും ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിനകത്ത് മുക്കിയും വെച്ചിട്ടുണ്ട് അകത്ത്. ഇനി ഇത് 350 ഫാരൻഹീറ്റിൽ ഒരു 45 മിനിറ്റ് വെക്കണം, ബേക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കാണിക്കാം. അങ്ങനെ കേക്ക് റെഡിയായി. പക്ഷെ ഓരോ പത്തം കാണിച്ചു ഞാൻ 45 മിനിറ്റ് പകരം ഞാനൊരു 55 മിനിറ്റ് അങ്ങ് വെച്ച്. സമയം മാറിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, കറക്റ്റ് സമയം നോക്കി എടുത്തോണം, എല്ലാം ഇങ്ങനെ ഡ്രൈ ആയി പോകും.